ക്രാഫ്റ്റ് സെഷനിലേക്ക് എല്ലാ കുഞ്ഞുങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നല്ലൊരു ക്രാഫ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ പോവുകയാണ്. അതിന് രണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും കളർ പേപ്പർ മാത്രം മതി. പിന്നെ സ്കെച്ച് വേണം, സിസർ വേണം. ഓക്കെ, അപ്പം ഡേ 5 തീം എന്തായിരുന്നു? ഇറ്റാണ്. അപ്പോൾ ഇന്ന് നമ്മൾ നല്ലൊരു ക്രാഫ്റ്റ് ചെയ്യുന്നു. വേഗം റെഡിയായിരിക്കും. നമ്മളൊരു വൈറ്റ് ഷീറ്റ് പേപ്പർ എടുക്കുക. ഇതിൻ്റെ മേളിൽ നമ്മുടെ കൈ നമ്മൾ വരയ്ക്കാനായിട്ട് പോവുകയാണ്. ഓക്കെ, അപ്പോൾ അതിന് മുമ്പ് നമ്മൾ ഈ പേപ്പർ രണ്ടായിട്ട് മടക്കുന്നു. ഓക്കെ, ഈ പേപ്പർ രണ്ടായിട്ട് നമ്മൾ മടക്കുന്നു. എന്നിട്ട് നമ്മുടെ തന്നെ കൈ വെച്ചിട്ട് നമ്മുടെ ഹാൻഡ് വരയ്ക്കാനായിട്ട് നമ്മൾ പോവുകയാണ്. ഓക്കെ, നമ്മൾ ഹാൻഡ് വരച്ചല്ലോ. ഇനി ഈ ഹാൻഡ് നമ്മൾ കട്ട് ചെയ്യണം. ഇവിടെ ഞാൻ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് 2 ഷീറ്റ് ഓഫ് പേപ്പർ ഇങ്ങനെ കിട്ടി. രണ്ട് തന്നെ കൈ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതുപോലെ കൈ വരച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്യണം. ഇനി നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്യാൻ പോകുന്നത് ഇതുപോലൊരു സർക്കിൾ വെട്ടിയെടുക്കണം. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇതുപോലൊരു ഷീറ്റ് ഓഫ് പേപ്പർ എടുക്കുന്നു. ഒരു സ്ക്വയർ ഷീറ്റ് ഓഫ് പേപ്പർ എടുക്കുന്നു. ഇന്ന് പഠിച്ച വാക്യം നമ്മൾ ഇതിലെഴുതുന്നു. ഇന്ന് പഠിച്ച വാക്യം ഏതായിരുന്നു? 1 കൊരിന്ത്യർ 15:52. എന്നാൽ അന്ത്യകാലത്തിങ്കൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. ഇന്ന് നമ്മൾ വീഡിയോസിൽ പഠിച്ച വാക്യമാണ്. ഈ വാക്യം ഇതുപോലൊരു പേപ്പർ നമ്മൾ ഒട്ടിക്കാനായിട്ട് പോകും. ഓക്കെ, നമ്മൾ ഈ പേപ്പറിൽ ഒട്ടിക്കണം. എന്നിട്ട് നമ്മുടെ കൈ ഉണ്ടല്ലോ, നമ്മൾ വരച്ച് വെച്ച കൈ, ഈ കൈ നമ്മൾ ഇതിൽ ഒട്ടിക്കാനായിട്ട് പോവുകയാണ്. ഓക്കെ, അപ്പം ഇതിൻ്റെ അറ്റത്ത് നമ്മളിങ്ങനെ ഒട്ടിക്കാനായിട്ട് പോകും. നമ്മൾ ഗ്ലൂ തേക്കുന്നു. എന്നിട്ട് ഇത് ഒട്ടിക്കുന്നു. ചെറുതായിട്ട് നമ്മൾ ഫോൾഡ് ചെയ്യുന്നു. ഓക്കെ, അതുപോലെ നെക്സ്റ്റ് ഓക്കെ. അപ്പോൾ ഇത്രയായല്ലോ. ഇനി നമ്മൾ ഇതുപോലൊരു സർക്കിൾ നമ്മൾ വരച്ചല്ലോ. ഇതുപോലൊരു ഇച്ചിരി കട്ടിയുള്ള പേപ്പർ ആണെങ്കിൽ നല്ലത്. ഇത് ഇച്ചിരി കട്ടിയുള്ള പേപ്പർ. ഈ പേപ്പർ ഇതുപോലെ നമ്മൾ സർക്കിൾ വരയ്ക്കുന്നു, കട്ട് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ഇതിനകത്ത് കണ്ണ് വരയ്ക്കാനായിട്ട് പോവുകയാണ്. അപ്പം ഇതെടുക്കുന്നു. നമ്മൾ ഇതിൻ്റെ അടി നമ്മൾ ഇട്ടിരിക്കുന്നു. ഓക്കെ, എന്നിട്ട് ഇതാരോ ചെയ്യുന്ന അവരുടെ പേര്, എൻ്റെ പേര് പ്രീതി. അപ്പം ഞാൻ എഴുതുന്നു. അപ്പം ഇതാ നമ്മളതാരായി മാറി? നമ്മളൊരു പുതിയ സൃഷ്ടിയായി മാറി. യേശുപ്പച്ച നമ്മുടെ ലൈഫിൽ വരുമ്പോൾ നമ്മൾ ആരായി മാറും? വി ആർ ട്രാൻസ്ഫോംഡ് ഇൻ ടു എ ന്യൂ പേഴ്സൺ. നമ്മളൊരു പുതിയ സൃഷ്ടിയായി മാറും. ഓക്കെ, അപ്പം നമ്മൾ ഇതൊരു പുതിയ സൃഷ്ടിയായി മാറും.